الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى جميع الأنبياء والمرسلين بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ഖൽബ്, ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തു യാസീൻ, ആ മഹത്തായ സൂറത്തിനെ ആസ്പദമാക്കി അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ സപ്തദിന പ്രഭാഷണം ഇവിടെ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീൻ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കപ്പെടുകയും സൂറത്ത് യാസീൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഖറഅ സൂറത യാസീൻ കതബല്ലാഹു ലഹു ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. സൂറത്ത് യാസീൻ ഒരു വ്യക്തി ഓതിയാൽ പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം ഓതിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തും. അത്രയും മഹാത്മ്യമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ അതിനെ സംബന്ധിച്ച് ധാരാളം റിപ്പോർട്ടുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂറത്ത് യാസീനിന്റെ വിശദീകരണം നൽകപ്പെടുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു റിപ്പോർട്ടിൽ കാണാം, മൻ ഖറഅ യാസീൻ ഫീ സദ്രിൻ നഹാരി ഖുദിയത്ത് ഹവായിജുഹു. ഒരാൾ രാവിലെ തന്നെ ഒരു യാസീൻ സൂറത്ത് ഓതിയാൽ അവന്റെ അന്നത്തെ വിഷയങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു കൊടുക്കും. അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും. ഇതുപോലെ മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ വമൻ ഖറഅഹാ ഹീന യുംസിയ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ. രാവിലെ സൂറത്ത് യാസീൻ ഓതിയാൽ വൈകുന്നേരം വരെ അവൻ ദുഃഖിതനാവുകയില്ല, സന്തോഷത്തിലായിരിക്കും. വൈകുന്നേരം സൂറത്ത് യാസീൻ ഓതിയവൻ അവൻ നേരം വെളുക്കുന്നത് വരെ സന്തോഷത്തിലായിരിക്കും. ഇങ്ങനെയും റിപ്പോർട്ട് ഉണ്ട്. മൻ ഖറഅ യാസീൻ അമാമ ഹാജതിഹി ഖുദിയത് ലഹു. യാസീൻ സൂറത്ത് ഓതിയാൽ അവൻ ഉദ്ദേശിച്ച കാര്യം നിർവഹിക്കപ്പെടും.
മൻ ഖറഅഹാ ഇൻ കാന ജാഇഅൻ അസ്ബഅഹു അല്ലാഹ്. വിശക്കുന്നവനായ നിലക്ക് സൂറത്ത് യാസീൻ ഓതിയവന് അല്ലാഹു വിശപ്പടക്കി കൊടുക്കും. വഇൻ കാന ളംആൻ അർവാഹു അല്ലാഹ്. ദാഹിക്കുന്നവൻ സൂറത്ത് യാസീൻ ഓതിയാൽ അവന്റെ ദാഹം അല്ലാഹു തീർത്തു കൊടുക്കും. വഇൻ കാന ഉരിയാനൻ അൽബസഹു അല്ലാഹ്. വസ്ത്രമില്ലാത്തവൻ സൂറത്ത് യാസീൻ ഓതിയാൽ അവൻ അല്ലാഹു വസ്ത്രം നൽകും. വഇൻ കാന ഖായിഫൻ അമിനഹു അല്ലാഹ്. സൂറത്ത് യാസീൻ ഭയത്തോടുകൂടെ ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു അവന് നിർഭയത്വം കൊടുക്കും. വഇൻ കാന മുസ്തഹ്സൻ അമനസഹു അല്ലാഹ്. അവൻ ആരുമില്ലാതെ മനസ്സിന് സന്തോഷമില്ലാതെ അവൻ സൂറത്ത് യാസീൻ ഓതിയാൽ അല്ലാഹു അവന്റെ മനസ്സിന് സന്തോഷമാകുന്ന അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കും. വഇൻ കാന ഫഖീറൻ അഗ്നാഹു അല്ലാഹ്. ദരിദ്രനായ വിധത്തിൽ ഒരാൾ യാസീൻ ഓതിയാൽ അവന് അല്ലാഹു ഐശ്വര്യം നൽകും. വഇൻ കാന ഫിസ്സിജ്നി അഖ്റജഹു അല്ലാഹ്. ഒരു മനുഷ്യൻ ജയിലറയിൽ അടക്കപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് മോചനം ലഭിക്കാൻ സൂറത്ത് യാസീൻ ഓതിയാൽ അവന് മോചനം ലഭിക്കും. വഇൻ കാന അസീറൻ ഖല്ലസഹു അല്ലാഹ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ അറസ്റ്റിൽ നിന്ന് അല്ലാഹു തആല പുറത്തു കൊണ്ടുവരും. വഇൻ കാന ളാല്ലൻ ഹദാഹു അല്ലാഹ്. വഴിയറിയാതെ നട്ടം തിരിയുന്നവനാണെങ്കിൽ അവന് വഴി അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. വഇൻ കാന മദീനൻ ഖദല്ലാഹു ദൈനഹു മിൻ ഖസാഇനിഹി. കടക്കാരനാണെങ്കിൽ അവന്റെ കടം അല്ലാഹു തആല അവന്റെ ഖജനാവിൽ നിന്ന് വീട്ടിക്കൊടുക്കും. വതുദഅദ്ദാഫിഅത്തുൽ ഖാദിയ. സൂറത്ത് യാസീനിന് ദാഫിഅ എന്നൊരു പേരുണ്ട്. ഏത് മുസീബത്തും തടുക്കുന്ന വസ്തുവാണ് സൂറത്ത് യാസീൻ. വൽ ഖാദിയ. കാര്യങ്ങൾ നിർവഹിച്ചു കിട്ടുന്ന സൂറത്ത് എന്നതിനൊരു പേരുണ്ട്. തദ്ഫഉ അൻഹു കുല്ല സൂഇൻ വതഖ്ളീ ലഹു കുല്ല ഹാജ. ഏത് പ്രയാസങ്ങളും സൂറത്ത് യാസീൻ തടുക്കും. ഏത് ആവശ്യങ്ങളും സൂറത്ത് യാസീൻ നേടിക്കൊടുക്കും. ഈ നിലക്ക് തഫ്സീറുൻ നസഫിയിൽ നമുക്ക് കാണാം സൂറത്ത് യാസീൻ അതിമഹത്തായ ഒരു സൂറത്താണ്. വേറെയും ധാരാളം റിപ്പോർട്ടുകൾ ഉണ്ട്. മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമും ഏതൊരു വ്യക്തിയും യാസീൻ സൂറത്ത് ഒരു മനുഷ്യന്റെ അടുക്കൽ ായ നിലക്ക് ഓതിയാൽ ധാരാളം മലക്കുകൾ വന്ന് അവനെ പൊതിയുമെന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവന്റെ മയ്യിത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തും ജനാസ സംസ്കരിക്കുന്ന സ്ഥലത്തും മറവ് ചെയ്യുന്ന സ്ഥലത്തും ധാരാളം മലക്കുകൾ ഹാജരാകുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ മലക്കുൽ മൗത്ത് സ്വർഗം കാക്കുന്ന റുവാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിനെ കൊണ്ടുവന്ന് സ്വർഗത്തിലെ പാനീയം അവനെ കുടിപ്പിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. വലാ യഹ്താജു ഇലാ ഹൗദിൻ മിൻ ഹിയാദിൽ അംബിയാഇ ഹത്താ യദ്ഖുലൽ ജന്നത വഹുവ റയ്യാൻ. അവന്റെ ദാഹം തീരാൻ അപ്പോൾ ലഭിക്കുന്ന വെള്ളം തന്നെ പര്യാപ്തമാണ് എന്നറിയിക്കുന്ന ഹദീസുണ്ട്. അങ്ങനെ ധാരാളം മഹത്വങ്ങൾ സൂറത്ത് യാസീനിന് പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഫിൽ ഖുർആനി സൂറത്തൻ തസ്ഫഉ ലിഖാരിഇഹാ. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് ഓതുന്ന വ്യക്തിക്ക് അത് ശുപാർശ പറയും. വയുഗ്ഫറു ലിമുസ്തമിഇഹാ. സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് അച്ചടക്കത്തോടെ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവന്റെ പാപം പൊറുക്കപ്പെടും. അലാ വഹിയ സൂറത്ത് യാസീൻ. ഖുർആനിൽ അങ്ങനെ ഇറക്കപ്പെട്ട സൂറത്ത് അത് യാസീൻ സൂറത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുദഅൽ മുഹിമ്മ. അതിന് മുഹിമ്മത്ത് എന്ന് പേരുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, വമൽ മുഹിമ്മ, എന്താണ് നബിയെ മുഹിമ്മത്ത് എന്ന് പേര് വരാൻ? അവിടുന്ന് പറഞ്ഞു, തഅമ്മു സാഹിബഹാ ഖൈറദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകൾ
സൂറത്ത് യാസീൻ അതിന്റെ വക്താവായി, അത് മനഃപ്പാഠം പഠിച്ചവൻ, അത് ഓതുന്നവൻ, അത് പതിവാക്കുന്നവൻ, അവന് ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ വ്യാപകമായി അത് കൊടുക്കും. തദ്ഫഉ അൻഹു കുല്ല സൂ, ഏത് പ്രയാസങ്ങളും അത് തടുക്കും. ഇങ്ങനെയൊക്കെ എത്രയോ റിപ്പോർട്ടുകൾ ഈ മഹത്തായ സൂറത്തിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഊ അലാ മൗതാകും യാസീൻ, മരണം ഹാജരായവരുടെ അടുക്കൽ, മരിച്ചവരുടെ സമീപത്ത് നിങ്ങൾ യാസീൻ ഓതണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ മരണം ഹാജരായ സമയത്ത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത് കാണാം. ഉളൈഫ് ഇബ്നുൽ ഹാരിസ് അസ്സമാലി റളിയല്ലാഹു അൻഹുവിന് മരണം ആസന്നമായപ്പോൾ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ യാസീൻ ഓതുന്ന ആരെങ്കിലും ഉണ്ടോ? സാലിഹ് ഇബ്നു ശുറൈഹ് സഖൂനി റളിയല്ലാഹു അൻഹു സൂറത്ത് യാസീൻ തുടങ്ങി. 40ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉളൈഫ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു വഫാത്തായി. പഴയകാലം മുതലേ വലിയ വലിയ പണ്ഡിതന്മാർ, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ. 10 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാഠമാക്കിയ ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, മശായിഖന്മാർ, പണ്ഡിതന്മാർ അതാ മരിച്ച മയ്യിത്ത് യഖൂലൂന ഇദാ ഖുരിഅത് ഇൻദൽ മയ്യിത്ത് ഖുഫിഫ അൻഹു ബിഹാ, മരണം ഹാജരായവരുടെ സമീപത്ത്, മയ്യിത്തിന്റെ സമീപത്ത് യാസീൻ സൂറത്ത് ഓതിയാൽ ആ മയ്യിത്തിന് പല വിഷമങ്ങളും ലഘൂകീകരിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവരത് നടപ്പാക്കിയിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായ തുഹ്ഫയിൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വയഖ്റഉ നദ്ബൻ ഇൻദഹു യാസീൻ ലിൽ ഖബരി സ്വഹീഹി ഇഖ്റഉ അലാ മൗതാകും യാസീൻ. ശരിയായ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, മരിച്ചവരുടെ അടുക്കൽ യാസീൻ ഓതണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മരിച്ചവർ എന്ന് പറയുമ്പോൾ മരണം ആസന്നമായവരും മരണം സംഭവിച്ചവരും അതിൽ ഉൾപ്പെടുമെന്ന് മഹാനവറുകൾ ആദ്യം പറഞ്ഞു. ഐമൻ ഹദറഹുൽ മൗത്ത്, മരണം ആസന്നമായവരുടെ അടുക്കൽ യാസീൻ ഓതണം എന്ന് അതിന് സാരം. കാരണം ഇഖ്റഉ അലാ മൗതാകും, മരിച്ചവരുടെ മേൽ ഓതിക്കൊടുക്കൽ ഇല്ലല്ലോ, ഓതിക്കൊടുക്കൽ മരിക്കുന്നതിന് മുമ്പാണല്ലോ. അതുകൊണ്ട് മരണം ഹാജരായവരുടെ മേൽ എന്നതിനർത്ഥം ഉണ്ട്. എന്നാൽ അത് പിന്നീട് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ അതിന്റെ പുറമെ وقد صرحوا بأنه يندب للزائر والمشيع قراءة شيء من القرآن, പരിശുദ്ധ ഖുർആൻ ഖബർ സിയാറത്ത് ചെയ്യുന്നവരും മയ്യിത്ത് സംസ്കരണം നടത്തുന്നവരും ഓതൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അത് ഗരീബായ ഹദീസാണ്. മാമിൻ മരീദിൻ യുഖറഉ ഇൻദഹു യാസീൻ ഇല്ലാ മാത റയ്യാനൻ വഉദ്ഖില ഖബ്റഹു റയ്യാനൻ എന്നിങ്ങനെ വിശദീകരിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, യാസീൻ സൂറത്ത് ഓതിയാൽ ദാഹം തീർന്നവനായ നിലക്ക് അവന് ഖബറിൽ അടക്കപ്പെടും, അതുപോലെ തന്നെ ദാഹം തീർന്നവനായ നിലക്ക് മരിക്കും എന്നിങ്ങനെയൊക്കെ റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ വിശദീകരിച്ചു, അതാ ഈ യാസീൻ സൂറത്തിൽ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് യാസീനിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ
ഖബറിന്റെ അടുക്കൽ അതുപോലെ തന്നെ മയ്യത്തിന്റെ സമീപത്ത് ഓതുന്നതും നല്ലതാണ്. അതുപോലെ മരണം ആസന്നമായവരുടെ അടുക്കലും നല്ലതാണ്. ധാരാളം കാണാം. ഞാൻ ചുരുക്കി പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുത്തെ ഹിയയിൽ പറഞ്ഞു, ഇദാ ദഖൽതുമുൽ മഖാബിറ, നിങ്ങൾ മഖ്ബറകളിലേക്ക് പ്രവേശിച്ചാൽ ഫഖറഊ ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ഓതണം. വൽ മുഅവ്വിദതൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതണം. വഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതണം. വജഅലൂ ദാലിക ലിഅഹ്ലിൽ മഖാബിർ, അത് മഖ്ബറകളിലുള്ള ആളുകളുടെ പേരിൽ നിങ്ങൾ അതാ അവരുടെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് നിങ്ങൾ ഹദിയയാക്കണം എന്നിങ്ങനെ. ഫഇന്നഹു യസ്ലു ഇലൈഹിം, അവർക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ നിങ്ങൾ ഖുർആൻ ഓതി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കതിന്റെ ഫലം ലഭിക്കുന്നതാണ്. ഇങ്ങനെ തുടങ്ങി മഖ്ബറയുടെ സമീപത്ത് വെച്ച് ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതാൻ പറഞ്ഞതുപോലെ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത യാസീൻ ഖുഫിഫ അൻഹും യൗമഇദിൻ വകാന ലഹു ബിഅദദി മൻ ഫീഹാ ഹസനാത്ത്. മഖ്ബറകളിൽ വെച്ച് സൂറത്ത് യാസീൻ ഓതിയാൽ ആ ദിവസം മുതൽ ഖബറിലുള്ളവർക്ക് ലഘൂകീകരിക്കപ്പെടും. ആ മഖ്ബറകളിലുള്ള ആളുകളുടെ യാസീൻ സൂറത്തിലുള്ള നന്മകൾ കാരണത്താൽ ഒരുപാട് നന്മകൾ ഖബറിലുള്ളവർക്ക് ലഭിക്കും. ഇങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ ഈ മഹത്വമേറിയ സൂറത്ത് ഓതാൻ വേണ്ടി നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ മനഃപ്പാടമാക്കിയതും ധാരാളമായി നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതുമാണ് സൂറത്ത് യാസീൻ. തർക്കത്തിന് അവകാശമില്ല. ആ സൂറത്ത് യാസീൻ, അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണമാണ് നാം ഈ പരിപാടി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, സൂറത്ത് യാസീൻ മക്കയിൽ വെച്ച് അവതരിച്ച സൂറത്താണ്. ആ സൂറത്ത് യാസീൻ നിങ്ങൾക്കറിയാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ആക്രമിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ അവിടുത്തേക്ക് ലഭിച്ച ദൗത്യം നിർവഹിക്കുക എന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹുവല്ലാതെ തടയുന്നവനില്ല, ആ അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. അല്ലാഹുവിലാണ് നാം വിശ്വസിക്കേണ്ടത്. ഞാൻ അല്ലാഹു പറഞ്ഞേച്ച അവന്റെ ദൂതരാണ് എന്ന ആശയം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർവ അനീതികൾക്കുമെതിരെ, അഴിമതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അനാവശ്യത്തിനെതിരെ, അതേ അസമാധാനത്തിനെതിരെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവിധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നശിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ചട്ടം കെട്ടുകയും ചെയ്ത അവിടെയുള്ള ശത്രുക്കളായ, നന്മയുടെ ശത്രുക്കളായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തിനെ പോലുള്ള വിരോധികൾ, ആ കക്ഷികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൂടിയാലോചിക്കാൻ യോഗം ചേർന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. ഓ നബിയെ, തങ്ങൾക്കെതിരെ കൂടിയാലോചന നടത്തി, എന്നിട്ട് ദാറുൻ നദ്വത്ത് എന്ന് പേരുള്ള ഒരു ഓഫീസിൽ, ദാറുൻ നദ്വത്തിൽ, നദ്വത്ത് ഓഫീസിൽ യോഗം ചേർന്ന്
അങ്ങയ്ക്കെതിരെ കുതന്ത്രം മെനയാൻ വേണ്ടി ചർച്ച ചെയ്ത സമയം, ഓ നബിയെ, തങ്ങളെ എന്ത് ചെയ്യണം? അവരുടെ ചർച്ച തങ്ങളെ പിടിച്ചു കെട്ടി ബന്ധാക്കണോ, അല്ല അങ്ങയെ ഒറ്റക്കൊലയങ്ങ് കൊന്നുകളയണോ, അല്ല അങ്ങയെ മക്കയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തണോ എന്നിങ്ങനെ അവർ കൂടിയാലോചന നടത്തിയ സന്ദർഭം, വയംകുറൂന വയംകുറുല്ലാഹ്, അവർ അങ്ങയ്ക്കെതിരെ കുതന്ത്രം മെനയുന്നു. അവർക്ക് പ്രതിഫലം കൊടുക്കാൻ, അതേ നിലക്ക് തിരിച്ചടി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. ആ സന്ദർഭം അതേ അവർക്ക് മറുപടി കൊടുക്കാനും അവരുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താനും ഖൈറായവൻ അറിയുന്നവൻ അല്ലാഹല്ലേ. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അറിയാമല്ലോ, ദാറുൻ നദ്വത്തിൽ യോഗം ചേർന്ന് അബൂജഹലും മറ്റും ചർച്ച ചെയ്യുമ്പോൾ നജിദിൽ നിന്ന് വരുന്ന ഒരു ശൈഖാണ് ഞാനെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നു. ആ നജിദിൽ നിന്ന് വരുന്ന ശൈഖാണെന്ന് പറഞ്ഞ് കടന്നു വന്നവൻ, നജിദ് എന്ന നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വബിഹാ യത്ലു ഖർനു ശൈത്താൻ, ശൈത്താനിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന നാടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നാടാണ്. സുബ്ഹാനല്ലാഹ്, യമനിനും ഷാമിനും ഒക്കെ അനുകൂലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ വഫീ നജിദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജിദിലും ബറക്കത്ത് ചെയ്യാൻ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 3 തവണ പറഞ്ഞിട്ടും ദുആ ചെയ്യാതെ ഹുനാക സലാസിലു വബിഹാ യത്ലു ഖർനു ശൈത്താൻ, അവിടെ നിന്നാണ് ഈമാൻ കുലുക്കിക്കളയുന്ന, ഈമാനിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനത്തിന്റെ തുടക്കങ്ങൾ നടക്കുന്നത്. അവിടെയാണ് ശൈത്താനിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നജിദിൽ നിന്ന് വന്ന ശൈഖാണ് ഞാൻ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ അബൂജഹലിന്റെ കൂടെ യോഗത്തിൽ പങ്കെടുക്കാൻ സമ്മതം ചോദിച്ചു. യഥാർത്ഥത്തിൽ അത് ഇബ്ലീസായിരുന്നു, മനുഷ്യരൂപത്തിൽ ശൈത്താൻ വന്നതായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള കുതന്ത്രം മെനയുന്ന യോഗമാണ്. ആ യോഗത്തിൽ ഒരു കക്ഷി അഭിപ്രായം പറഞ്ഞു. പറഞ്ഞ അഭിപ്രായം എന്താണ്? അഭിപ്രായം മുഹമ്മദിനെ പിടിക്കുക, എന്നിട്ട് ബന്ധാക്കുക, ചങ്ങലക്കിടുക, എന്നിട്ടൊരു വീട്ടിൽ വെച്ചിട്ട് വീട്ടിന്റെ വാതിലുകൾ അടച്ചു കളയുക, ഒരു ദ്വാരം മാത്രം മുഹമ്മദിന് ഭക്ഷണം എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി വെക്കുക, അതിലൂടെ ഭക്ഷണം എറിഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞപ്പോൾ നജിദിൽ നിന്ന് വന്ന ശൈഖാണ് ഞാനെന്ന് പറഞ്ഞ് യോഗത്തിൽ പങ്കെടുത്ത മുഖ്യ അതിഥി അദ്ദേഹം പറഞ്ഞു, അഭിപ്രായം ശരിയല്ല. അങ്ങനെ ചെയ്താൽ മുഹമ്മദ് ഇവിടെ വലിയ തറവാട്ടുകാരനാണ്, വിശാലമായ കുടുംബമുള്ള ആളാണ്. അവരൊക്കെയും വന്ന് നമ്മെ പിടിച്ചു കെട്ടി വേണമെങ്കിൽ മുഹമ്മദിനെ രക്ഷപ്പെടുത്തിയേക്കും. അതിനാൽ അവന്റെ തറവാട്ടിലുള്ള ജനങ്ങൾ പലരും നമുക്കെതിരായി തീരുമെന്നല്ലാതെ അതുകൊണ്ടൊരു കാര്യവും ലഭിക്കുകയില്ല. അപ്പോഴാണ് മറ്റൊരാൾ അഭിപ്രായം പറഞ്ഞു. എന്താണ് അഭിപ്രായം? എന്നാൽ പിന്നെ അദ്ദേഹത്തെ ഒരു ഒട്ടകത്തിന്റെ മേലെ പിടിച്ച് കയറ്റി ഇവിടെ നിന്ന് പുറത്ത് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി തള്ളുക. അപ്പോഴും ഈ പ്രായം ചെന്ന ഈ മനുഷ്യൻ ഇടപെട്ടു, അഥവാ ശൈത്താൻ ഇടപെട്ടു. അവൻ പറഞ്ഞു, അങ്ങനൊരു നാട്ടിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്കറിയില്ലേ, വലിയ ബുദ്ധിമാന്മാരും ചിന്താശക്തിയുമുള്ള നിങ്ങൾ തന്നെ മുഹമ്മദിന്റെ ഖുർആൻ കേട്ട് അതിലേക്ക് ആകൃഷ്ടരാകുന്ന അവസ്ഥയല്ലേ ഉള്ളത്. മുഹമ്മദിന്റെ വാക്ക് കേട്ട് പലരും അങ്ങോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടത് പറ്റില്ല. അവിടെ ചെന്നാൽ അവിടെയുള്ള ആൾക്കാർ ബുദ്ധി കുറഞ്ഞ ജനങ്ങളെ അവന്റെ അനുയായികളാക്കി എല്ലാവരും കൂടി വന്ന് നിങ്ങളെ നേരിടലായിരിക്കും അതിന്റെ ഫലം. അപ്പോഴാണ് അബൂജഹൽ അഭിപ്രായം പറഞ്ഞത്, എന്നാൽ വേണ്ട, ഞങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ കുടുംബത്തിലുമുള്ള ആളുകൾ ഒരുമിച്ചുകൂടി ഓരോ കുടുംബത്തിൽ നിന്നും നല്ല ശക്തിയുള്ള യുവാക്കളെ സെലക്ട് ചെയ്ത് അവർ ഓരോ കുടുംബത്തിന്റെയും പ്രതിനിധികളായി, ഓരോ തറവാട്ടിന്റെയും പ്രതിനിധികളായി ഇവിടെ വന്ന് മുഹമ്മദിന്റെ വീട് വളഞ്ഞ്
മുഹമ്മദ് രാവിലെ ഇറങ്ങി വരുമ്പോ എല്ലാവരും കൂടി ഒറ്റവെട്ടിനങ്ങ് കൊന്നുകളയുക. ഒരാൾക്കൊരാൾക്ക് കേസില്ല, എല്ലാവരും അതിൽ പങ്കാളികളാവുക. ഇത് പറഞ്ഞപ്പോൾ നജ്ദിൽ നിന്ന് വന്ന ശൈഖ് എന്ന പേരിൽ പങ്കെടുത്ത ശൈത്താൻ, മനുഷ്യരൂപത്തിൽ വന്ന ശൈത്താൻ, അവൻ പറഞ്ഞു അത് തന്നെയാണ് ശരിയായ അഭിപ്രായം. അതേ, അബൂജഹലിന് സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ശൈത്താനാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ അവർ അതാ അവിടുത്തെ വീട്ടിന്റെ 4 ഭാഗത്തും വന്ന് കേന്ദ്രീകരിച്ചു, വളഞ്ഞു. അപ്പോഴാണ് അല്ലാഹു ജല്ല ജലാലുഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ച് വിവരം നൽകുന്നു. ഓ നബിയേ, മദീനയിലേക്ക് പോകാൻ വേണ്ടി മദീന നിവാസികൾ മുമ്പ് പലപ്പോഴും അവിടുത്തെ ക്ഷണിച്ചതാണ്. പല സഹാബികളും മദീനയിലേക്ക് മുൻകൂട്ടി പലായനം ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ പോകാൻ ഉദ്ദേശിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അനുമതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വരെയും മദീനയിലേക്ക് പോകാതെ ഇരിക്കുകയാണ്. ഞാൻ പാറക്കടവിൽ വെച്ച് മുമ്പ് മദ്ഹുർ റസൂൽ പ്രസംഗം നടത്തിയപ്പോ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 1000കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താമസിക്കാനുള്ള വീട് തുബ്ബഅ രാജാവ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ വീട്ടിന്റെ താക്കോല് കൈമാറി വരാൻ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ എഴുത്ത്, അതേ രാജാവിന്റെ എഴുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും മദീനയുമായി ബന്ധപ്പെട്ടത് മദ്ഹുർ റസൂൽ പരിപാടിയിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മദീനയിലേക്ക് പോകാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുമതി ലഭിക്കുന്നു. ആ അനുമതി ലഭിച്ചപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് കിടക്കാൻ ഏൽപ്പിച്ച് പുതപ്പും കൊടുത്ത് ആ പുതപ്പും പുതച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ മുന്നിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങുകയാണ്. അവിടുന്ന് ഒളിച്ചോടുന്ന നേതാവല്ല. അതേ സഹോദരന്മാരെ, അവിടുന്ന് ആ ഭീരുവല്ല. ധൈര്യത്തോടെ ശത്രുക്കളെ മുന്നിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങുകയാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് യാസീൻ. അത് ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്. അത് മക്കയിൽ വെച്ച് തന്നെ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അതേ സൂറത്ത് യാസീൻ. അവിടുന്ന് ശത്രുക്കളുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ഓതാൻ തുടങ്ങുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ഈ ആയത്ത് വരെ ഓതുകയാണ്. ഓതുന്ന സമയത്ത് ഒരൽപ്പം മണ്ണ് അവിടുത്തെ കയ്യിൽ വാരിയെടുക്കുകയാണ്. എന്നിട്ടോ സൂറത്ത് യാസീൻ ഓതി തുടങ്ങി. ഫഹും ലാ യുബ്സിറൂൻ, അവർക്കാർക്കും കാണാൻ കഴിയില്ല.
എന്നർത്ഥം വരുന്ന സ്ഥലത്തെങ്ങെത്തിയപ്പോ കയ്യിലുള്ള മണ്ണ് ശത്രുക്കളുടെ തലയിലേക്ക് ഒരൊറ്റയേറാണ്. ഓ സഹോദരന്മാരെ, റഹ്മത്തുല്ലിൽ ആലമീൻ, ശത്രുക്കൾക്കും കാരുണ്യമാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എതിരാളികളോടും കാരുണ്യമാണ്, എതിരാളികൾക്കും കാരുണ്യമാണ്, എല്ലാവർക്കും കാരുണ്യമാണ്. അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ കല്ലുകൊണ്ടെറിഞ്ഞിട്ടില്ല, അമ്പെടുത്തെയ്തിട്ടില്ല, വാളുകൊണ്ട് വെട്ടിയിട്ടില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊടിമണ്ണ് വാരി കയ്യിൽ പിടിച്ചു. അതുകൊണ്ട് എറിഞ്ഞാൽ ആർക്കും ഒരു പരുക്കും പറ്റാനില്ല. എന്നിട്ടോ പൊടിമണ്ണ് വാരി കയ്യിൽ പിടിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് യാസീനിന്റെ തുടക്കം ഫഹും ലാ യുബ്സിറൂൻ എന്നതുവരെ ഓതിയിട്ട് പൊടിമണ്ണാണ് വലിച്ചെറിഞ്ഞത്. ഒരാൾക്കും പരിക്ക് പറ്റിയിട്ടില്ല, അബദ്ധം പറ്റിയിട്ടില്ല, കാലൊടിഞ്ഞിട്ടില്ല, കൈയൊടിഞ്ഞിട്ടില്ല, രക്തമൊലിച്ചിട്ടില്ല. ശത്രുക്കൾക്കൊന്നും ഒരു പരിക്കും പറ്റാതെ സൂറത്ത് യാസീനോദി കയ്യിലുള്ള പൊടിമണ്ണ് വാരി ഒരേറ് കൊടുത്തപ്പോൾ എല്ലാ ശത്രുക്കളും ഒരൽപ്പസമയം അവിടെ അങ്ങ് മയങ്ങിപ്പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരമായി ഇറങ്ങി അങ്ങോട്ട് നടന്നു. ഇപ്പോൾ ജലപീരങ്കിയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതാ രാജ്യത്തെ പൗരന്മാർക്ക് അപകടം പറ്റാതെ കുഴപ്പം സൃഷ്ടിക്കുന്ന സമയത്ത് തിരിച്ചയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജലപീരങ്കി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുക്കളെ പൊടിമണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറികടന്നു. അപ്പൊ ലോകത്ത് ആദ്യമായി എതിർക്കാൻ വേണ്ടി വന്ന, കൊല്ലാൻ വേണ്ടി വന്ന ശത്രുക്കളെ അപകടം കൂടാത്ത വിധത്തിലുള്ള ഉപകരണത്തിലൂടെ, ആയുധത്തിലൂടെ നേരിട്ട നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരെങ്കിലും വർഗീയതയോ ഭീകരതയോ തീവ്രവാദമോ കെട്ടിവെച്ചാൽ അവർ സത്യത്തിന്റെ ശത്രുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമൂഹം തെറ്റിദ്ധരിക്കാൻ കാരണമാവുന്ന വിധം അവിടുത്തെ അനുയായികളുടെ പേരിൽ ആരെങ്കിലും വർഗീയത പ്രചരിപ്പിച്ചാൽ, ഭീകരപ്രവർത്തനം നടത്തിയാൽ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം പരിചയപ്പെടണം. ആ ഉദ്ദേശത്തോടുകൂടിയാണ് സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയതും ആരംഭിച്ചതും സൂറത്ത് യാസീൻ ഇറക്കിയതും തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്, നബി തങ്ങളുടെ സ്ഥാനം വിവരിക്കാനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് സ്ഥിരപ്പെടുത്താനാണ്. അഥവാ അല്ലാഹു പറഞ്ഞേച്ച തുല്യതയില്ലാത്ത നിയോഗിക്കപ്പെട്ട ഏറ്റവും മഹാനായ ദൂതനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ലോകത്ത് പഠിപ്പിക്കാനാണ് സൂറത്ത് യാസീൻ അല്ലാഹു അവതരിപ്പിച്ചതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ലക്ഷ്യം തന്നെ. സൂറത്ത് യാസീനിലെ പ്രമേയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒന്ന്. രണ്ടാമതായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ മഹത്വം, ഖുർആനിന്റെ പവിത്രത അത് ലോകത്ത് പഠിപ്പിക്കുകയാണ്.
സൂറത്ത് യാസീൻ. ഓ സഹോദരന്മാരെ, മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ കൊണ്ടുവന്ന ആശയം സിറാത്തും മുസ്തഖീം, നേരെയുള്ള വഴിയാണ്. വളവില്ല, വക്രതയില്ല, വഞ്ചനയില്ല, തെറ്റുകളില്ല, കുറ്റങ്ങളില്ല. മനുഷ്യ നന്മക്ക് അനുയോജ്യമായത് മാത്രം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സുന്ദരമായ ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആശയം. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ സംബന്ധിച്ചാണ് സൂറത്ത് യാസീൻ പിന്നീട് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ നമുക്ക് പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം, മനുഷ്യ ജീവിതം ഈ ജീവിതം കൊണ്ട് തീരുകയല്ല. ഈ ജീവിതം നീണ്ട ജീവിതത്തിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്ര കഴിയുമ്പോൾ പിന്നെ നമുക്ക് നീണ്ട ജീവിതത്തിന്റെ തുടക്കമാണ്. ആ വലിയ ജീവിതത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പിന്നീട് പല വിഷയങ്ങളും വിവരിക്കുന്ന. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി അതായത്തുകൾ വരുമ്പോൾ ഞാൻ പറയാം. മൊത്തത്തിൽ സൂറത്ത് യാസീനെ കുറിച്ച് അല്പം സംസാരിക്കുകയാണ്. പിന്നെയോ സൂറത്ത് യാസീൻ ഓതുമ്പോൾ വലിയ ഫലം എന്ന് പറഞ്ഞില്ലേ? ഉറപ്പല്ലേ? കാരണം അതിന്റെ തുടക്കം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൊണ്ടാണ്. അതിന്റെ അവസാനമോ, അതേ, അതിന്റെ അവസാനം ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. തുടക്കം അറിയാമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. തുടക്കം യാസീൻ എന്നതുകൊണ്ടാണ് യാസീൻ എന്ന് പറയുന്നത്. അതിന് തഫ്സീർ പറയുമ്പോ ചില മഹാപണ്ഡിതന്മാർ അതിന്റെ തഫ്സീർ ഇന്നതാണെന്ന് വ്യക്തമായി പറയാൻ അവര് നിന്നില്ല. അവര് പറഞ്ഞു അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. അതിന് പല മാനക്കും പല ഉദ്ദേശത്തിനും സാധ്യതയുള്ള വാചകമാണല്ലോ. അതിന്റെ യഥാർത്ഥ അർത്ഥം അല്ലാഹുവിനറിയാം. അങ്ങനെ മാത്രം തഫ്സീർ പറഞ്ഞവരുണ്ടെങ്കിലും അതിന് പറയാൻ പറ്റുന്ന തഫ്സീറുകൾ പല മഹാന്മാരും പറഞ്ഞു. ആ തഫ്സീറുകളിൽ നിങ്ങൾക്ക് കാണാം സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചതാണെന്ന് തഫ്സീർ പറയപ്പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാസീൻ എന്ന് പേരുണ്ടല്ലോ. അവിടുന്ന് തന്നെ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഇന്നല്ലാഹ തആല സമ്മാനി ഫിൽ ഖുർആനി ബിസബ്അതി അസ്മാ. 7 പേരുകൾ എനിക്ക് അല്ലാഹു തആല പേര് വെച്ചിട്ടുണ്ട് ഖുർആനിൽ. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഖുർആനിൽ ആ മഹത്തായ പേരുണ്ട്. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന പേര് ഖുർആനിലുണ്ട്. ഫാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. ഫാഹാ എന്ന പേര് ഖുർആനിലുണ്ട്. അതുപോലെ അവിടുന്ന് പറയുന്ന യാസീൻ, യാസീൻ എന്നവന്റെ പേര് ഖുർആനിലുണ്ട്. അതുപോലെ അറിയാമല്ലോ വൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിലു, അൽ മുസമ്മിൽ എന്ന് പേരുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിറു, അതേ അൽ മുദ്ദസ്സിർ എന്ന് ഖുർആനിൽ പേരുണ്ട്. ഇതുപോലെ സുഹൃത്തുക്കളെ ലമ്മാ ഖാമ അബ്ദുല്ലാഹി എന്ന് സൂറത്തുൽ ജിന്നിലുണ്ട്. അബ്ദുല്ലാഹ് എന്ന പേരും ഖുർആനിലുണ്ട്. ആകയാൽ യാസീൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ
ആദ്യം തന്നെ സൂറത്ത് യാസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബറാഅത്ത് സൂറത്തല്ലാത്ത മുഴുവൻ സൂറത്തുകളുടെ തുടക്കത്തിലും ബിസ്മിയുണ്ട്. പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ ഇറങ്ങിയ ആയത്ത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതേ അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് ഒത്തു തുടങ്ങണമെന്നാണ്. അതുകൊണ്ട് ബിസ്മി ഉണ്ടല്ലോ, സൂറത്ത് യാസീനിന്റെ തുടക്കത്തിലും ബിസ്മി ഉണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ 8 ദിവസത്തോളം മുമ്പ് ഇതേപോലൊരു വേദിയിൽ പ്രസംഗിച്ചു, ഇവിടെ വെച്ച് തന്നെ. അന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഒരു ദിവസത്തരം സംസാരിച്ചതിനാൽ ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അതിന്റെ ശേഷം കാണുന്നത് എന്താണ്? ത്വാഹ എന്നൊരു സൂറത്തിലുള്ളതുപോലെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് യാസീൻ. ഈ പറഞ്ഞ യാസീൻ എന്നതിന് പണ്ഡിതന്മാര് പറഞ്ഞ ധാരാളം തഫ്സീറുകളുണ്ട്. അതിലൊരു തഫ്സീറാണ് സഹോദരന്മാരെ മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബ് ശിഫയിൽ എടുത്തുദ്ധരിച്ചത് കാണാം. എന്താണ് അതിന്റെ അർത്ഥം? യാസീൻ ഒരർത്ഥമാണ് യാ സയ്യിദു, ഓ സയ്യിദായവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സയ്യിദ് എന്ന മഹത്വം കൊടുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികൾക്ക് നേതാവാണ്. അപ്പൊ എല്ലാ മനുഷ്യർക്കും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അന്നഹു അറാദ യാ സയ്യിദു മുഖാതബതൻ ലിനബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധനം ചെയ്ത് അല്ല വിളിക്കുകയാണ്, ഓ നേതാവായവരെ. ഇതൊരു തഫ്സീറാണ്. മറ്റൊരു തഫ്സീർ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ യാസീൻ. അതേ യാ ഇൻസാൻ അറാദ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദ് നബിയേ, ഓ പരിപൂർണ മനുഷ്യനായവരെ. മനുഷ്യന് എന്തെല്ലാം ഗുണങ്ങൾ ഒത്തുചേരേണ്ടതുണ്ടോ ഒരു പരിപൂർണ മനുഷ്യനാകുന്നതാരോ? പരിപൂർണ മനുഷ്യൻ, മനുഷ്യനുണ്ടാകേണ്ട എല്ലാ സവിശേഷതകളും ഒത്തിണങ്ങിയ അൽ-ഇൻസാനുൽ കാമിൽ, പരിപൂർണ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് വിളിക്കുകയാണ്, തഫ്സീർ വരികയാണ്, യാസീൻ, ഓ പരിപൂർണ മനുഷ്യനായ മനുഷ്യത്വത്തിന്റെ മുഴുവൻ ഗുണങ്ങളും ഒത്തുചേർന്ന ഓ മുഹമ്മദ് നബിയേ. ഓ സഹോദരന്മാരെ, വേറെയും ചില തഫ്സീറുകളുണ്ട്. ഇരിക്കട്ടെ, ഈ തഫ്സീറാണ് പലപ്പോഴും അതിന്റെ ശേഷമുള്ള വാചകത്തോട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചറിയാൻ കഴിയുന്നത്. അതേ സഹോദരന്മാര് നോക്കൂ, സൂറത്ത് യാസീൻ, യാസീൻ വൽ ഖുർആനിൽ ഹകീം. ലോകത്തൊരു ശക്തിക്കും ഒരെതിരാളിക്കും നേരിടാൻ കഴിയാത്ത വിധം, ലോകത്തൊരു ശത്രുവിനും വിമർശിക്കാൻ ആശയപരമായി സാധിക്കാത്ത വിധം ലോകത്തെന്നും തല ഉയർത്തി നിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ അൽ ഹകീം, ഭദ്രമായ ഗ്രന്ഥമാണത്. അതിലേക്ക് ഒരു നിരർത്ഥകമായ വിഷയങ്ങളും വന്നു ചേരൂല, ആരുടെ കൈകടത്തലുകളും അതിൽ നടക്കൂല, ഒരിക്കലും തന്നെ അതിന്റെ ആശയം തകരൂല, ഒരിക്കലും അത് കേട്ടാൽ മതി വരൂല.
ആശയ ഗാംഭീര്യമുള്ളതാണത്, സാഹിത്യ സമ്പുഷ്ടിയുള്ളതാണത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരാൾക്കും അവതരിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ഭുതകരമാണത്. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് ഞാൻ അബൂദാബിയിൽ വെച്ച് ഈ കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ ഗവൺമെന്റ് ഗസ്റ്റായി പോയതിനാൽ അവിടെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാഷണൽ തിയേറ്റർ എന്ന് പറയുന്ന അബൂദാബിയിലെ ഏറ്റവും ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഹാളിൽ വെച്ച് ഞാൻ വിശദമായി പ്രസംഗിച്ച സീഡിയുണ്ട് ഖുർആൻ. അത് കേൾക്കാം നമുക്ക് വിശദമായി. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ പരിശുദ്ധ ഖുർആനിന് തന്നെയാണ് സത്യം. എന്താ പറയാൻ പോകുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യജമാനനായ റബ്ബ് പറയുന്നത് എന്താണ്? ഇന്നക ലമിനൽ മുർസലീൻ. നബിയേ, അങ്ങയ്ക്കെതിരെ ആരെന്ത് വിമർശനം പറഞ്ഞാലും ലസ്ത മുർസല, നിങ്ങൾ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ് നീ മുഹമ്മദേ. നിന്നെ അങ്ങനെ പടച്ചവൻ പറഞ്ഞേച്ചതൊന്നുമല്ല, ഞങ്ങളെപ്പോലൊരു മനുഷ്യനാണ് നീ എന്ന് പറയുന്നവരുണ്ടാകാം. ആരെന്ത് പറഞ്ഞാലും നബിയെ ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് സാധാരണ മനുഷ്യന്മാരിൽ ഒരു മെമ്പറല്ല. അവിടുന്ന് സാധാരണ മനുഷ്യന്മാരിൽ ഒരു മെമ്പറല്ല, മറിച്ച് ഇന്നക ലമിനൽ മുർസലീൻ, നിയോഗിച്ചയക്കപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് തീർച്ചയായും അവിടുന്ന് നബിയേ. ഇന്നക ലമിനൽ മുർസലീൻ. ഇപ്പൊ നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാസീൻ എന്ന വാക്കിന് പരിപൂർണ മനുഷ്യനായ, സ്നേഹിക്കപ്പെടുന്ന മനുഷ്യനായ മുഹമ്മദ് നബിയേ, നേതാവായവരെ, ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം താങ്കൾ നിയോഗിച്ചയക്കപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട് കണ്ടോ നിങ്ങൾ ഇവിടെ? മുസ്ലിം സഹോദരന്മാരെ, യഹൂദികൾക്ക് അതാ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുകൂടാ. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ ചില തീവ്രവാദികളായ നസ്രാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ചോദ്യമുണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. എന്തേ കാരണം? വിവേചനത്തിന്റെ ചിന്തയാണ് അവർക്ക്. അതേ സമയത്ത് നിങ്ങൾ ഇസ്ലാമിലേക്കൊന്ന് നോക്കൂ, ഇസ്ലാമിന്റെ നേതൃത്വത്തിലേക്കൊന്ന് നോക്കൂ. ഒരിക്കലും തന്നെ ക്രിസ്ത്യാനികൾ അതാ ബഹുമാനിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവര് പറയുന്നത് പോലെ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിക്കുന്നതിന് ഇസ്ലാം അംഗീകാരം കൊടുക്കുന്നില്ല, അതിൽ സംശയമില്ല. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിനെ നിസ്സാരപ്പെടുത്താൻ, ഈസാ നബിയെ കുറ്റം പറയാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുന്നില്ല. യഹൂദികൾ വളരെയേറെ ബഹുമാനിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബിയെ കുറിച്ചോ ഉസൈറിനെ കുറിച്ചോ അവരതാ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കുന്നില്ല. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരൽപ്പം നിസ്സാരപ്പെടുത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എല്ലാ മുർസലീകളെയും ബഹുമാനിക്കണം, എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കണം, ഒരാളെയും നിസ്സാരപ്പെടുത്തരുത്. അപ്പുറത്തുള്ള ജനങ്ങൾ വളരെ ബഹുമാനിക്കുന്ന നേതാവായതിന്റെ പേരിൽ അതാ ഇപ്പുറത്തുള്ള ജനങ്ങൾ നിസ്സാരപ്പെടുത്തുക എന്നത് ശരിയല്ല. മറിച്ച് ഓരോരുത്തർക്കുമുള്ള ബഹുമാനം അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ.
അതേ ആശയപരമായി എതിരുള്ള കക്ഷികൾ വളരെയേറെ ബഹുമാനിക്കുന്ന നേതാവായതിനാൽ ആശയത്തിന്റെ വിരോധത്തിന്റെ പേരിൽ ഒരു മഹാനെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. ഇതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഒരു പ്രവാചകനെയും നിസ്സാരപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമിനെതിരായി, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വത്തിനെതിരായി, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വത്തിനെതിരായി നിസ്സാരപ്പെടുത്തി ഒരു വാക്ക് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ജഡ്ജിമാര് വിധിക്കും അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. മൂസാ നബിയെ നിസ്സാരപ്പെടുത്തിയവൻ ഇസ്ലാമിന്റെ പുറത്താണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ നിസ്സാരപ്പെടുത്തിയവൻ ഇസ്ലാമിന്റെ പുറത്താണ്. ഇതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര്, ഇമാമിങ്ങൾ. നിങ്ങൾ ഏത് ഇമാമിന്റെ മദ്ഹബ് സ്വീകരിച്ചാലും ഒരു ഇമാമിനെ നിസ്സാരപ്പെടുത്തിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തുപോയി. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചില്ലറ ഭിന്നതകൾ ശാഖാപരമായ വിഷയങ്ങളിൽ ഉണ്ടാകും. അതിന്റെ പേരിൽ ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. പണ്ഡിതന്മാരെ ആദരിക്കണം. കാരണം അവരതാ അംബിയാ മുർസലീങ്ങളുടെ അനന്തരക്കാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേജിലും പറയാറുള്ളത് ഇവിടെയും പറയട്ടെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരെ ശാഖാപരമായ ചില്ലറ ഭിന്നാഭിപ്രായത്തിന്റെ പേരിൽ ഒരിക്കലും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ അപമതിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുതേ മുസ്ലിമീങ്ങളെ. പണ്ഡിതന്മാർക്ക് അതാ പ്രവാചകന്മാരുടെ അനന്തരക്കാരെന്ന പവറാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ബോധമുള്ളവരാകണം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. തുടക്കം തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരാണ് വിളിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വമാണ് ഖുർആൻ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടല്ല പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം ഖുർആനിനെ മുൻനിർത്തി അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സൂറത്ത് യാസീൻ അത് അവസാനിക്കുന്നത് എവിടെയാണ്? ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ വഇലൈഹി തുർജഊൻ. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളുടെയും അധികാരം, സർവ അധികാരങ്ങളുമുള്ളവനായ അല്ലാഹ്, ലോകത്താകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ബുധനും ശുക്രനും, അതേ ലോകത്തുള്ള എല്ലാ ഗോളങ്ങളും എല്ലാ ഗാലക്സികളും എല്ലാ ഉറുമ്പും ആനയും സസ്യവും മത്സ്യവും മലക്കും മനുഷ്യനും ജിന്നും, അതേ ഉറുമ്പും ആനയും പറവയും ചിത്രശലഭവും ഇഴജന്തുക്കളും ജന്തുക്കളും മൃഗങ്ങളും വന്യമൃഗങ്ങളും, ലോകത്തെന്തെല്ലാം വസ്തുക്കളുണ്ടോ, ഏതെല്ലാം ഭരണാധികാരികളുണ്ടോ, ഏതെല്ലാം പ്രജകളുണ്ടോ, ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ടോ, ഏതെല്ലാം നേതാക്കളുണ്ടോ, ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ, ഏതെല്ലാം അനുയായികളുണ്ടോ, ഏതെല്ലാം സൃഷ്ടികൾ ലോകത്തുണ്ടോ, ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, മുഴുവൻ വിഷയത്തിന്റെയും അധികാരം ഒരുത്തന്റെ അല്ലാഹുവിന്റെ കീഴിലാണ്, അവന്റെ കഴിവിലാണ്, അതേ അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അവൻ ഏറെ പരിശുദ്ധൻ തന്നെ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ വഇലൈഹി തുർജഊൻ. അവനിലേക്ക് നിങ്ങളെല്ലാവരെയും മടക്കപ്പെടും.
അപ്പൊ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടോ സൂറത്ത് യാസീനിന്റെ കോർവ? തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് തുടങ്ങി. ഖുർആനിനെ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം മദ്ഹ് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതിലൂടെ പോയിട്ട് മനുഷ്യനെ പാരത്രിക ലോകത്തുള്ള സ്വർഗവും നരകവും ഒക്കെ ശേഷം പറയുന്നുണ്ട്. അതുപോലെ ചരിത്രം പറയുന്നുണ്ട്. മുൻഗാമികളായ പ്രബോധകന്മാരായ മഹാന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്കുണ്ടായ പ്രയാസങ്ങൾ പറയുന്നുണ്ട്. അവർ ക്ഷമിച്ചത് പറയുന്നുണ്ട്. അവരുടെ മനസ്സിന്റെ വിശാലത പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് അവസാനം തീരുന്നത് അല്ലാഹുവിന്റെ ഏകത്വം, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. കൊടുക്കുന്നവൻ അല്ലയാണ്, തടയുന്നവൻ അല്ലയാണ്, അവന് മാത്രമാണ് അധികാരമുള്ളതെന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് പൂർണ്ണമായി ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക് തിരിക്കുന്ന, എല്ലാം റബ്ബിന്റെ മേൽ അർപ്പിക്കുന്ന മനസ്സായി മനുഷ്യനെ തൗഹീദിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്ത്. അതിന്റെ പുറമേ ഇവിടെ നന്നായി ജീവിക്കുന്നവനും ഇവിടെ അക്രമങ്ങളും അനീതികളും അനാവശ്യങ്ങളുമായി നടക്കുന്നവനും പടച്ച റബ്ബിന്റെ അടുക്കലെത്തുമ്പോൾ ഒരുപോലെയല്ല. ഇവിടുത്തെ നിയമത്തിന്റെ അപ്പുറം നിയമങ്ങളുണ്ട്. ഇവിടുത്തെ ജീവിതത്തിനപ്പുറം ജീവിതമുണ്ട്. ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് പ്രതിഫലം കൊടുക്കുന്ന ദിനമുണ്ട്. ഈ വിഷയത്തിലൂടെ മനുഷ്യനെ സംസ്കരിക്കുന്ന സൂറത്ത് അതല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കൊണ്ട് അവിടുത്തെ വിളിച്ചു തുടങ്ങി. അവിടുത്തെ മദ്ഹ് പറഞ്ഞു പോയി. അങ്ങനെ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് അതേ അവസാനം റബ്ബിലേക്ക് മനുഷ്യന്റെ മനസ്സ് കൊണ്ടുപോയി കെട്ടുകയും പാരത്രിക ലോകത്തിന്റെ മോക്ഷം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുന്ന സൂറത്തല്ലേ പരിശുദ്ധമായ സൂറത്തു യാസീൻ. അതുകൊണ്ട് തന്നെ അതേ അറിയാമല്ലോ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിന്റെ മേൽ ആരാണോ പൂർണ്ണമായി ഏൽപ്പിക്കുന്നത് അല്ലാഹ് അവനെ മതിയാക്കുന്നവനാണ്. അല്ലാഹ് അവന് മതിയായവനാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഗണിക്കൂല. അവിടുത്തെ മഹത്വത്തെ അവൻ നിരാകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന വേണം മനുഷ്യൻ പാരത്രിക ലോകം വിജയിപ്പിക്കാൻ. നബി തങ്ങൾ മുഖേന വേണം മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയാൻ. നബി തങ്ങൾ മുഖേന വേണം പാരത്രിക ലോകത്തും വിജയം കൈവരിക്കാൻ. ഇതൊക്കെയും സൂറത്ത് യാസീൻ നൽകുന്ന പാഠങ്ങളാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. എല്ലാ നന്മകളും പരിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാ തിന്മകളെയും ഖുർആൻ നിരാകരിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അറിയാമല്ലോ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. അതേ പരിശുദ്ധ ഖുർആൻ എല്ലാ തിന്മകളെയും നിരാകരിക്കുന്നു. എല്ലാ തെറ്റുകൾക്കുമെതിരെ ഖുർആൻ പ്രചരണം നടത്തുന്നു. നന്മയുടെ പ്രചരണത്തിന് വേണ്ടി ഖുർആൻ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുന്നു. ആ പരിശുദ്ധ ഖുർആൻ അതിൽ ലോകത്തെ വെല്ലുവിളിച്ചു. ഈ ഖുർആൻ പോലെ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ? പോകട്ടെ, ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? റദ്ദത്ത് ബലാവത്തുഹാ ദവമു അരിദിഹാ റദ്ദൽ ഗയൂരി യദൽ ജനീഅനിൽ ഹുറൂമി.
ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി അതാണ് ഖുർആനിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞത്. ആ പരിശുദ്ധ ഖുർആനിന്റെ വിമർശകരെ അതാ വെല്ലുവിളിക്കുന്നു. ഈ ഖുർആനിലുള്ള ചെറിയൊരധ്യായമായ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്തിന്റെ വലിപ്പത്തിലെങ്കിലും അതേ നിങ്ങൾക്കൊരു ചെറിയ സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ആ വെല്ലുവിളിയുടെ മുമ്പിൽ അതേ മഹൂദിബത്ത് ഖത്തു ഇല്ല ആദ മിൻ ഹറബി അദൽ അദീലൈഹ മുൽഖിയസ്സലമി. ഖുർആനിന്റെ ആശയ വിരോധികൾ മുഴുവനും മുട്ടുമടക്കിയ ചരിത്രമല്ലാതെ ആശയരംഗത്ത് പരിശുദ്ധ ഖുർആനിന്റെ മുന്നിലില്ല. മുഹക്കമത്തുൻ ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദി സിഖാത്തിൻ വമാ തബ്ഗീന മിൻ ഹകമി. ചൊല്ലിക്കോ മദീനയിലേക്ക് ഒരു സലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ആ പരിശുദ്ധ ഖുർആൻ എല്ലാ നന്മയിലേക്കും മനുഷ്യനെ വിളിച്ച ഖുർആൻ. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഖുർആനിലെ ഒരൊറ്റ ആശയവും ഒരാൾക്കും തന്നെ നന്മയല്ലാത്ത വിധം ചൂണ്ടാൻ കഴിയില്ല. അല്ലേ സുഹൃത്തുക്കളെ, എന്താണ് ഖുർആനിന്റെ ആശയം? ഇന്നും ഞാൻ കോഴിക്കോട്ട് വെച്ചൊരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, ഇത് ഞാൻ മാത്രമല്ല, ലോകത്ത് പ്രസംഗിക്കുന്ന എല്ലാ മുതഅല്ലിമീങ്ങളും എല്ലാ പണ്ഡിതന്മാരും പറയുന്നു, ഖുർആനിന്റെ ആശയം എത്ര സമ്പുഷ്ടമാണ്, എത്ര സുന്ദരമാണ്. ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ശത്രുവിനെ നേരിടേണ്ടതെങ്ങനെയാണ്? ശത്രുവിനെ നേരിടേണ്ടതെങ്ങനെയാണ്? ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് നീ തിന്മയെ പ്രതികരിക്കുക. ഇങ്ങോട്ട് തെറ്റ് ചെയ്താൽ അങ്ങോട്ട് തെറ്റ് ചെയ്യുക എന്നത് ശത്രുവിനെ പ്രതികരിക്കാനുള്ള ശരിയായ മാർഗമല്ല. ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് നീ തിന്മയെ പ്രതികരിക്കുക. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്റെ കഠിന ശത്രുക്കൾ നിന്റെ മിത്രങ്ങളായി മാറുന്നത് കാണാം. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. ഭാഗ്യവാന്മാർക്കല്ലാതെ ആ നയം സ്വീകരിക്കാൻ സാധ്യമല്ല. കണ്ടില്ലേ നിങ്ങൾ, മഹാനായ സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ ഒരു മനുഷ്യൻ ഗീബത്ത് പറഞ്ഞു, കുറ്റം പറഞ്ഞു, പരദൂഷണം പറഞ്ഞു. ആ വിവരം ഒരാൾ പോയി മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒരൽപ്പവും വൈരാഗ്യം തോന്നിയില്ല, വിരോധം തോന്നിയില്ല. ആ മനുഷ്യന് മഹാനവറുകൾ ചിന്തിച്ചു, എന്റെ കുറ്റം പറയുന്ന മനുഷ്യൻ, ആ കുറ്റം പറയുന്നതിനാൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ എനിക്ക് കിട്ടുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അവന് ഞാനൊരു ഹദിയ കൊടുക്കണം. ഒരു കൊട്ടയെടുത്തു, ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. ആ കൊട്ടയും തലയിൽ വെച്ച് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പോവുകയാണ്. എപ്പോഴും കുറ്റം പറയുന്ന മനുഷ്യന് ഹദിയ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറയുന്നു, മോനെ, ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ച ഒരുപാട് സമ്പാദ്യം എന്റെ പേരിൽ ഹദിയ ചെയ്യുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ദുനിയാവിലേക്ക് ഞാൻ സമ്പാദിച്ചു വെച്ച കുറച്ച് ഈത്തപ്പഴമുണ്ട്, അത് നിനക്ക് ഞാനും ഹദിയ ചെയ്യുന്നു, നീ ഇത് സ്വീകരിക്കണേ മോനെ. ഗീബത്ത് പറഞ്ഞ മനുഷ്യന് അങ്ങോട്ട് ഹദിയ കൊടുത്തു മഹാന്മാർ. ഖുർആൻ പഠിപ്പിച്ച ആശയം ജീവിതത്തിൽ പകർത്തിയതാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ചീത്ത പറഞ്ഞു.
മഹാനവറുകൾ ഇറങ്ങി ദർസും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞു. അബൂ ഹനീഫ തങ്ങൾ പടിയും പിടിച്ച് വീട്ടിൽ കയറുമ്പോൾ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ കുറെ സമയമായി എന്നെ തെറി പറയുന്നു, ചീത്ത പറയുന്നു. ഞാൻ ഇതുവരെയും നിന്നോടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇതുവരെയുള്ളതൊക്കെ ഞാൻ കേട്ടു. ഇനിയും കുറെ പറയാൻ നിന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അല്പസമയം ഞാൻ ഇവിടെ നിന്ന് തരാം. കൂടുതൽ നിൽക്കാൻ എനിക്ക് സമയം പോരാ. ആ മനുഷ്യൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചോദിച്ചു. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച എത്ര നല്ല സ്വഭാവമാണിത്. എതിരാളിയെ അനുകൂലിയാക്കി എടുക്കാൻ നാം എപ്പോഴും ക്ഷമ കൈക്കൊള്ളുക, അച്ചടക്കം കൈക്കൊള്ളുക, അനുസരണം കൈക്കൊള്ളുക. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയേ, അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി വേണ്ടാത്ത വികാരങ്ങളിൽ നിന്ന്, അക്രമവാസനകളിൽ നിന്ന്, അനീതിയിൽ നിന്ന് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി ധാരാളം പ്രവാചകന്മാരെ ലോകത്ത് നിയോഗിച്ചയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരായ മുർസലീങ്ങളിൽ പെട്ടവരാണ് നബിയെ തങ്ങൾ. അലാ സിറാത്തിൻ മുസ്തഖീം. അവിടുന്ന് നേരെയുള്ള വഴിയുടെ മേലെയാണ്. കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയേക്കളും നേരെയുള്ള വഴിയിലാണ് നബിയേ. തൻസീലൽ അസീസിർ റഹീം. ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്തും കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള കഴിവുള്ള ഉന്നതനായ പടച്ചവനാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അർ റഹീം. വിശ്വാസത്തിലേക്ക്, തഖ്വയിലേക്ക് ക്ഷണിക്കുമ്പോ അതിന് സന്നദ്ധനായി റബ്ബിനെ വഴിപ്പെടുന്നവർക്ക് വലിയ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. മക്ക നിവാസികളായ അറബികൾ, അവർക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതിനാൽ തന്നെ ഇപ്പോഴിവിടെയുള്ള ഈ മക്ക നിവാസികളായ അറബികൾ അവരുടെ ബാപ്പമാർക്ക് താക്കീത് നൽകാൻ വേണ്ടി ഒരു പ്രവാചകൻ വന്നിട്ടില്ല. ഫഹും ഗാഫിലൂൻ. അതിനാൽ അവർ സത്യത്തിന്റെ ആശയത്തിൽ നിന്ന് എവിടെയോ ശ്രദ്ധ തിരിഞ്ഞു പോയവരാണ്. അസത്യത്തിൽ ശ്രദ്ധ മുഴുകിപ്പോയവരാണ്. അനാവശ്യത്തിൽ ശ്രദ്ധ മുഴുകിയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വർഗീയതയും, അവർക്കിടയിൽ വിദ്വേഷവും, അവർക്കിടയിൽ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും വ്യഭിചാരവും പലിശയും എല്ലാ തിന്മകളും നടമാടുകയാണ്. ഫഹും ഗാഫിലൂൻ. അവർ അശ്രദ്ധയിലുള്ളവരാണ്. അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെയുള്ള മാർഗത്തിലൂടെ അതാ അത്ഭുതകരമായ, സുസ്ഥിരമായ, ഭദ്രമായ പരിശുദ്ധ ഖുർആനുമായി അങ്ങേ നിയോഗിച്ചയച്ചിട്ടുള്ളത് നബിയേ. ഞാൻ പല സ്റ്റേജിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വഅദ് ഇൻഷാ അല്ലാഹ് 9:30 മണിക്ക് നിർത്തുമെന്നും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് ഈ ആയത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദുആ നടത്തും. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് മുർസലീങ്ങളെ പോലെ നേരായ മാർഗത്തിൽ നിയോഗിച്ചയക്കപ്പെട്ട മുർസലീങ്ങളിൽ ഏറ്റവും പ്രധാനിയാണെന്നത് പഠിപ്പിച്ചുകൊണ്ട്
അതേ സിറാത്തും മുസ്തഖീം, നേരെയുള്ള മാർഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്ന ഈ ആശയത്തോടു കൂടെ ഇനി അങ്ങോട്ട് സൂറത്ത് യാസീൻ പറയുന്നത്, എത്ര പറഞ്ഞാലും തിരിയാത്തൊരു കൂട്ടരുണ്ട്, എത്ര സത്യത്തിലേക്ക് വിളിച്ചാലും വരാത്തൊരു കൂട്ടരുണ്ട്, എത്ര തന്നെ സത്യം പറഞ്ഞു കൊടുത്താലും നല്ലത് പറഞ്ഞു കൊടുത്താലും ഉൾക്കൊള്ളാത്തൊരു വിഭാഗമുണ്ട്. അനുസരണം അവർക്കില്ല, പറഞ്ഞാൽ അവർ സ്വീകരിക്കൂല, പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ അവർ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ടെന്നാണ് സൂറത്ത് യാസീനിന് ശേഷം പറയാൻ പോകുന്ന വിഷയം. ഇൻഷാ അല്ലാഹ് ഞാനതിലേക്ക് നാളെ കടന്നു വരാം. ഇപ്പോൾ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഈ മഹത്തായ സൂറത്ത്, ആ മഹത്തായ സൂറത്ത് അതിതാ വലിയ പവറുകൾ, വലിയ ഫലങ്ങൾ സൂറത്ത് യാസീനിന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ, ഓ സുഹൃത്തുക്കളെ, അതാ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, ഇബ്നു അസാക്കിർ തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഖുറൈം ഇബ്നു ഫാത്തിക്ക് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു പ്രദേശത്തെത്തി. അവിടെ നിന്ന് മഹാനവറുകളുടെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. അന്നത്തെ കാലത്തൊരു പതിവുണ്ട്. എന്താണ് പതിവ്? ഒരു താഴ്വരയിൽ ചെന്നിറങ്ങിയാൽ അവിടെയുള്ള ജിന്നിനോട് കാവൽ ചോദിക്കുന്നൊരു പതിവുണ്ട്. ആ പതിവിനെ പരിശുദ്ധ ഖുർആൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞങ്ങളവിടെ പോയി ഇറങ്ങിയപ്പോ നഊദു ബി അസീസി ഹാദൽ വാദി എന്ന് ഞാൻ കാവൽ ചോദിച്ചു. അതേ, ആ താഴ്വരയിലുള്ള ജിന്നിനോട് കാവൽ ചോദിച്ചു. ആ സമയത്ത് എന്റെ ഒട്ടകത്തെ പിന്നെ നോക്കുമ്പോൾ അതാ എനിക്ക് എന്റെ ഇഷ്ടത്തിന് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കിട്ടുന്നില്ല. ഞാൻ ആ സമയത്ത് പിന്നെയും പറഞ്ഞു അഊദു ബി അസീസി ഹാദൽ വാദി. അപ്പോഴാണ് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, വൈഹക് ബില്ലാഹി ദിൽ ജലാലി മുനസ്സിലിൽ ഹറാമി വൽ ഹലാലി വവഹിദില്ലാഹ വലാ തുബലി മാ കൈദുൽ ജിന്നി മിനൽ അഖ്വാലി. അല്ലാഹുവിനോട് നീ അഊദു ചൊല്ലടോ, എല്ലാ ശർറിൽ നിന്നും പടച്ചവനോട് കാവൽ ചോദിക്കൂ. അവനാണ് ഹറാമും ഹലാലും എന്നത് വേർതിരിച്ച് നിയമമിറക്കിയവൻ അല്ലാഹയാണ്. നീ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കൂ, അവനിൽ നീ അർപ്പിക്കൂ. നീ ഒരിക്കലും തന്നെ ആ ജിന്നിന്റെ കുതന്ത്രങ്ങളിലും അതിന്റെ പേരിലുള്ള വിഷയങ്ങളിലും നീ ഭയപ്പെടേണ്ടതില്ല. ഒരു പരിഭ്രമവും നിനക്ക് വേണ്ട, ഒരു ഭയവും നിനക്ക് വേണ്ട. നീ പടച്ചവന്റെ മേലുറപ്പിച്ച് നിൽക്കൂ. ഇത് ദിക്റുല്ലാഹു അലൽ അംയാലി വഫീ സുഹൂലിൽ അർളി വൽ ജിബാലി വസാറ കൈദുൽ ജിന്നി ഫീ സിഫാലി ഇല്ലത്തു ഖവ സാലിഹുൽ അഅമാലി. മോനെ, ഏത് ജിന്നിന്റെ കുതന്ത്രവും ഏത് കക്ഷികളുടെ കുതന്ത്രവും ദിക്റിന്റെ മുന്നിൽ പരാജയപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തഖ്വയോടെ ജീവിക്കുന്നവനെന്നും വിജയമാണ്, സൽക്കർമ്മത്തിനെപ്പോഴും നേട്ടമാണ്. ഇത് കേട്ടപ്പോൾ ആരെന്നില്ലാതെ കേട്ടൊരശരീരിയാണിത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അയ്യുഹൽ ഖായിലു മാ തഖൂലു അർശുദുൻ ഇൻദകം തദ്ലീലു. മോനെ, എന്തേ നീ പറയുന്നത്? നീ നേർവഴിയിലേക്കാണോ നയിക്കാൻ പോകുന്നത്? അപ്പോഴാണ് വീണ്ടും ഞാൻ ശബ്ദം കേൾക്കുന്നു, ഹാദാ റസൂലുള്ളാഹി ദൽ ഖൈറത്തി ജാഅ ബി യാസീൻ വഹമീമിത്തി വസുവരിൻ ബഅദു മുഫസ്സലത്തി യഅ്മുറു ബിസ്സലാത്തി വസ്സകാത്തി വയസ്ജുറുൽ അഖ്വാമ അൻ ഹന്നത്തി ഫദക ഫിൽ അനാമി മുൻകറാത്തി.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ നന്മയും ഉള്ള ആളാണ്. ജാഅ ബിയാസീൻ വഹമീമത്തി, റസൂലുള്ള യാസീനും കൊണ്ടുവന്ന ആളാണ്. ഹമീം ഹമീം ഇങ്ങനെ കുറെ ഹമീം എന്ന് തുടങ്ങുന്ന സൂറത്തുകളും കൊണ്ടുവന്ന ആളാണ്. വസൂവരിൻ ബഅദു മുഫസ്സലത്തി, പിന്നെയും ഒരുപാട് സൂറത്തുകൾ കൊണ്ടുവന്ന നബിയാണ്. മുഫസ്സലായ സൂറത്തുകൾ. യഅ്മുറു ബിസ്സലാത്തി വസകാത്തി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും പഠിപ്പിച്ച നേതാവാണ്. അല്ലാഹുവുമായി അടുക്കാൻ ആത്മീയ പരിപാടിയാണ് നിസ്കാരം. സാധുക്കളെ സഹായിക്കാനുള്ളതാണ് സക്കാത്ത്. അങ്ങനെ സർവ്വ ജനങ്ങളോടും കടപ്പാട് വീട്ടാൻ, അല്ലാഹുവിനോടും കടപ്പാട് വീട്ടാൻ വേണ്ടി അതാ പഠിപ്പിക്കാൻ വന്ന സമാധാനത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വയസ്ജുറുൽ അഖ്വാമ അൻഹന്നതി ഫദക ഫിൽ നമി മുങ്കറാത്തി, പരസ്പരം അക്രമങ്ങളും അനീതികളും, പരസ്പരം വെല്ലുവിളികളും ഭീഷണികളും, പരസ്പരം ചീത്തയും തെറിയും കല്ലേറും അടിയും പിടിയും, ഇതൊക്കെയും നീചനികൃഷ്ട സ്വഭാവങ്ങളാണ്. അതിലേക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തെ ക്ഷണിക്കാതെ മാനമായ ജീവിതത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ശബ്ദം ഞാൻ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്? എനിക്കൊന്ന് ആ മുഹമ്മദ് നബിയെ സമീപിച്ച് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി എനിക്കൊരു വാഹനം സംഘടിപ്പിച്ചു തരാമോ? എന്റെ നഷ്ടപ്പെട്ട ഒട്ടകത്തെ എത്തിച്ചു തരാമോ? അപ്പോൾ അതാ ഞാൻ മറുപടി കേൾക്കുന്നു. ഞാൻ ജിന്നുകൾക്ക് പ്രബോധനം നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടകം ഞാൻ തന്നേക്കാം. പറഞ്ഞു കഴിഞ്ഞു, ഒട്ടകം കിട്ടി. ഞാൻ ആ ഒട്ടകത്തിന്റെ മേലെ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് മിമ്പറിന്റെ മേലെയാണ്. മിമ്പറിൽ നിന്ന് ഇവിടുന്ന് എന്നെ കണ്ടപ്പോ ചോദിക്കുന്നു, നിനക്ക് അതാ ഒട്ടകം തരാമെന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യമെന്താണ്? നിങ്ങളെ ഒട്ടകത്തിന് കേടൊന്നും വരുത്താതെ സന്തോഷത്തോടെ അത് നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അല്ലാഹു പറഞ്ഞേറ്റൊരു നേതാവിനല്ലാതെ ഇങ്ങനെ മറഞ്ഞ കാര്യം പറയാൻ കഴിയുമോ മുഅ്മിനീങ്ങളെ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തത്വത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.